പറയാനുണ്ട്. ഇവിടെ നിന്ന് വാചകത്തിൽ കസരത്ത് നടത്തിയിട്ട് മാത്രം സംഘടന മുമ്പോട്ട് പോകില്ല. എല്ലാ ആശംസകളും വാക്കുകൊണ്ട് പറഞ്ഞാൽ മാത്രം നടക്കില്ല. അത് നടക്കണമെന്നുണ്ടെങ്കിൽ സാമ്പത്തികമായ പരിഗണനകൾ ചെയ്തത് മാത്രമേ നടക്കുള്ളൂ. പ്രഖ്യാപിത നയമെന്ന് പറയുന്നത് ഇവിടുത്തെ നമ്മുടെ മെമ്പേഴ്സിനെല്ലാം ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷെ ചെയ്യണമെന്നുണ്ടെങ്കിൽ സാമ്പത്തികം വേണം. ഈ ബാങ്കുകളിൽ നിന്ന് പൈസ എടുത്ത് കൊടുക്കാമെന്നല്ല അദ്ദേഹം പറഞ്ഞത്. അതിന് പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ചാരിറ്റി എന്ന് പറയുന്ന ഒരു സംഗതി ഇവിടെ നടക്കുന്നുണ്ട്. അതിന് കരുണ ഒരു ചാരിറ്റി ബോക്സ് എല്ലാവരും ഏൽപ്പിച്ചിരുന്നു. എന്ത് ചെയ്യുമെന്ന് ആർക്കും അറിയില്ല. നിങ്ങൾ എല്ലാവരും ഒരു ദിവസം കുടിക്കുന്ന ഒരു ചായയുടെ പൈസ അതിലിട്ടാൽ ഒരു മാസം കുറഞ്ഞത് 10 ദിർഹംസെങ്കിലും അതിൽ വന്നിരിക്കും. ഈ 200 മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ എത്ര 2000 രൂപയെങ്കിലും ഒരു മാസം ഈ ചാരിറ്റിയായിട്ട് കണക്ഷൻ ചെയ്യാൻ സാധിക്കും. ഈ നിസാര കാര്യം ആരും ചെയ്യുന്നില്ല. എല്ലാവരും വാക്കുകസരത്തിൽ നടത്തി പോകുന്നു. പിന്നെ ഈ സംഘടന ഉണ്ടാക്കിയത് ചാരിറ്റി കൊടുക്കാവുന്ന കരുനാഗപ്പള്ളി നിവാസികൾക്ക് വേണ്ടി കൊടുക്കാവുന്ന സംഘടനയിലാണ് ഈ സംഘടന. അന്നത്തെ പല മെമ്പേഴ്സും കൂടി ഇന്ന് ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഇന്ന് ഈ യോഗത്തിൽ ഇപ്പോൾ ഞാനും അഷ്റഫും മാത്രമേ ഈ സംഘടന ഉപയോഗിക്കാനുള്ള കൂട്ടത്തിൽ ഇന്നിവിടെ ഉള്ളൂ. ഈ കരുണയിൽ ഇന്ന് ഈ കരുണ വളർന്നു വലുതായി. ഈ വളർച്ച വീണ്ടും നിലനിൽക്കട്ടെ. ഈ പുതിയ സമിതിക്ക് എന്റേതായ വ്യക്തിപരമായ രീതിയിലും എന്റെ പഴയ സുഹൃത്തുക്കൾ എല്ലാവരുടെയും ആശംസ